ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സോയാ ചങ്ക്സ് പൊട്ടാറ്റോ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ ഒരു അടിപൊളി റോസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. മീഡിയം സൈസിലുള്ളതാണെങ്കിൽ 1.5 ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ഇതുപോലെ കളറൊന്ന് മാറി വന്നാൽ മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ്. അപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം ചതച്ചത്, പെരിഞ്ജീരകം ചതച്ചതാണ്. അതിൻ്റെ പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അങ്ങനെ ചേർത്ത് കൊടുക്കരുത്. ഇനി ഇത് ലോ ഫ്ലെയിമിട്ട ശേഷം 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കുതിർത്ത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളമൊക്കെ കളയണം. 1.5 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്, അതുകൊണ്ട് ഇപ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിട്ട ശേഷം വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. സോയാ ചങ്ക്സ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് വേവിച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് അടച്ച് വെച്ച് 1-2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുക്കുക. 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സോയാ ചങ്ക്സ് പൊട്ടാറ്റോ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്